ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ മനോഹരമായ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദൂത് ശ്രവിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പകൽ സമയത്തെ അല്പനേര ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 22-ാം വാക്യം വായിക്കുന്നു. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നു അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. കർത്താവായ യേശു ഗലീല വിട്ട് സീദോൻ പ്രദേശങ്ങളിലെത്തി അവിടെ ഒരു ഭവനത്തിലിരുന്നു. ആരും തന്നെ കാണണ്ട എന്നൊക്കെ വിചാരിച്ചാണ് യേശു ആ ഭവനത്തിൽ ഇരുന്നതെങ്കിലും യേശു അവിടെ എത്തിയെന്നുള്ള ശ്രുതി ആ ദേശത്തെവിടെയും പരക്കുവാനിടയായി തീർന്നു. അങ്ങനെ ജാതികളിൽ നിന്നും അനേകർ വളരെ ഉത്സാഹത്തോടുകൂടി യേശുവിനെ കാണുവാനായി ആ ഭവനത്തിലേക്ക് ഓടി വന്നു. കർത്താവായ യേശുവിൻ്റെ ഈ യാത്രകളൊന്നും വെറും യാദൃച്ഛികമോ സ്വന്തം ഇഷ്ടപ്രകാരമോ ആണെന്ന് നാം ആരും ചിന്തിക്കരുത്. കർത്താവായ യേശുവിൻ്റെ ഓരോ ചലനങ്ങളും സ്വർഗത്തിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാം വാക്യം പറയുന്നു, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. കർത്താവായ യേശുവിൻ്റെ ഓരോ ശുശ്രൂഷകളും വ്യത്യസ്തങ്ങളായിരുന്നു. അതൊക്കെ പ്രിയമുള്ളവരെ നമുക്ക് മാതൃകയായി തന്നിട്ടുള്ളതാണെന്ന് നാം തിരിച്ചറിയണം. യേശു കർത്താവിൻ്റെ ഓരോ ശുശ്രൂഷകളിലും ഒരു റിപ്പീറ്റേഷൻ ഉണ്ടായിരുന്നില്ല. ഓരോ രോഗസൗഖ്യങ്ങളെ എടുത്ത് പരിശോധിച്ചാലും ഒരെണ്ണം മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലായിരുന്നു യേശു ചെയ്തിരുന്നത്. വരും തലമുറയിലെ സുവിശേഷകന്മാർക്ക് കർത്താവിൻ്റെ നാമത്തിൽ ആത്മാക്കളെ നേടുവാൻ ആവശ്യമായ ദൃഷ്ടാന്തങ്ങളായിരുന്നു കർത്താവിൻ്റെ ഓരോ ശുശ്രൂഷകളും. ഇവിടെ നാം വായിച്ച വേദവാക്യത്തിൽ ഫൊയ്നീക്യക്കാരിയായ ഒരു കനാന്യ സ്ത്രീ കർത്താവ് ഒരു ഭവനത്തിലുണ്ട് എന്ന വാർത്തയറിഞ്ഞ് ദുരാത്മാവിനാൽ ദണ്ഡിപ്പിക്കപ്പെട്ടിരുന്ന തൻ്റെ മകളുടെ ഒരു വിടുതലിന് വേണ്ടി അവിടേക്ക് ഓടി വരികയാണ്. ദുരാത്മാക്കളെ പുറത്താക്കുന്ന, രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു വൈദ്യൻ ഗലീലയിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് ഈ ജാതീയ സ്ത്രീക്ക് അറിയുകയുള്ളൂ. അവൾ ഓടി വന്ന് യേശുവിന്റെ കാൽക്കൽ വീണ് നിലവിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഈ നിലവിളി കേട്ടിട്ട് അവനോ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. സാധാരണയായി അപേക്ഷകളുടെ മറുപടി കൊടുക്കുന്ന ദൈവം അസാധാരണമായി ഇവിടെ മൗനം പാലിക്കുകയാണ്. ഇത് കണ്ട് യേശുവിന്റെ ശിഷ്യന്മാർ കർത്താവിന്റെ അരികിൽ വന്ന്, ഇവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, ഇവളെ പറഞ്ഞയക്കണമേ എന്നവർ അപേക്ഷിച്ചു. ശ്രദ്ധിക്കണം, ഈ ശിഷ്യന്മാർ അവൾക്ക് അനുകൂലമായാണ് ഇവിടെ സംസാരിക്കുന്നത്. നിലവിളിച്ചുകൊണ്ട് പിന്നാലെ വരുന്ന അവളുടെ അവസ്ഥ കണ്ടിട്ട് അവളെ പറഞ്ഞയക്കണമേ എന്നവർ അപേക്ഷിക്കുകയാണ്. ഈ ശിഷ്യന്മാർക്ക് നന്നായിട്ടറിയാം യേശു ആരെയും വെറും കൈയോടെ പറഞ്ഞയക്കുകയില്ല എന്നുള്ള കാര്യം. ഈ ശിഷ്യന്മാരുടെ അപേക്ഷ കേട്ടിട്ട് യേശു പറയുകയാണ്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ഈ കനാന്യ സ്ത്രീയും ഈ വാക്കുകൾ കേട്ടു. എന്നിട്ടും അവളുടെ ലക്ഷ്യം തൻ്റെ മകളുടെ വിടുതലായതിനാൽ ലജ്ജിച്ചു പിന്തിരിഞ്ഞു പോകാതെ തനിക്ക് വേണ്ടി സംസാരിച്ച ശിഷ്യന്മാരുടെ റെക്കമെൻഡേഷൻ പരാജയപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയിട്ടും മടുത്തു പോകാതെ മുന്നോട്ട് വന്ന് യേശുവിനെ നമസ്കരിച്ചു. പ്രിയമുള്ളവരെ, നമ്മളാണെങ്കിൽ അതിന് തയ്യാറാകുമോ? പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിച്ചാൽ നമ്മളെ പ്രാർത്ഥന തന്നെ വിട്ടുകളയുന്ന സ്വഭാവമാണ് നമുക്കുള്ളത്. അങ്ങനെ എത്രയോ പ്രാർത്ഥനകൾ മറുപടി ലഭിക്കാതെ നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ചിട്ടുണ്ടാകാം. നമുക്ക് സഹായം കിട്ടുന്ന ഒരാളിൽ നിന്ന് ഇപ്രകാരം ഒരു വാക്ക് കേൾക്കുവാൻ നമുക്ക് ഇടയായെങ്കിൽ നമ്മളുടെ മനോഭാവം എന്തായിരുന്നിരിക്കണം പ്രിയമുള്ളവരെ? ഒരു ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, നമുക്ക് ഒരു അല്പം പണം അത്യാവശ്യമായി വന്നു എന്ന് കരുതുക.
താൻ സ്നേഹിക്കുന്ന, നമ്മളേറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ നാം ഒരു ആവശ്യവുമായി കടന്നു ചെന്നു എന്ന് വിചാരിക്കുക. വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് നമ്മളെ സ്വീകരിച്ച് അവിടെ ഇരുത്തിയത്. അവർ പറഞ്ഞു, അച്ചായൻ ഇപ്പോൾ വരും, സഹോദരി ഇവിടെ കയറി ഇരുന്നാട്ട്. അങ്ങനെ അവർ നമ്മളെ അവിടെ സ്വീകരിച്ചിരുത്തി. അവർ നമ്മുടെ കൂടെ ഇരുന്ന് അല്പസമയം സംസാരിക്കുവാൻ തുടങ്ങി. ഈ സംസാരത്തിനിടയിൽ നമ്മൾ അവിടെ കടന്നു എന്ന കാര്യം അവരോട് ബോധ്യപ്പെടുത്തുകയാണ്, നമ്മൾ അവരോട് പറയുകയാണ്. അല്പം കഴിഞ്ഞപ്പോൾ ഈ അച്ചായന്റെ ഭാര്യ ഈ കേട്ട ദൂതുമായി അകത്തേക്ക് കടന്നു ചെന്നു. അച്ചായൻ ബാത്റൂമിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഈ അമ്മാമ്മ അച്ചായനോട് പറഞ്ഞു, ദേ നമ്മുടെ കൂട്ടു സഹോദരി വന്നിരിക്കുന്നു, അവർക്കൊരു അല്പം പണം അത്യാവശ്യമായുണ്ട്, അത് കൊടുത്തവരെ സഹായിക്കണം. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അച്ചായൻ ആക്രോശിച്ചു. നാട്ടുകാർക്ക് കൊടുക്കാൻ എന്റെ കയ്യിലെന്താ നോട്ടടിച്ചു വെച്ചിരിക്കുകയാണോ? പോയി വരെ പണി നോക്കാൻ പറ. ഞാൻ പണമുണ്ടാക്കുന്നത് എന്റെ മക്കളെ വളർത്താനാ, അല്ലാതെ നാട്ടുകാർക്ക് കൊടുക്കാനല്ല. ഈ വർത്തമാനം കേട്ടു നിന്ന സഹോദരിയുടെ മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ പ്രിയമുള്ളവരെ. ഈ സഹോദരി അല്ലെങ്കിൽ ഈ സഹോദരൻ അത് നിങ്ങളായിരുന്നുവെങ്കിൽ അപ്പോൾ തന്നെ യാത്ര പോലും പറയാതെ ആ പടി ഇറങ്ങിപ്പോവുകയില്ലേ? പടി ഇറങ്ങുമെന്ന് മാത്രമല്ല, മേലിൽ പിന്നെ ആ പടി കയറുക പോലും ചെയ്യുകയില്ല. ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ മറുപടി കേട്ടിട്ട് ഇവൾ യേശുവിന്റെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കണമേ. യേശുവിന്റെ അടുത്ത മറുപടി, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശു മനസ്സലിവിന്റെ ദൈവമാണ്. ആവശ്യക്കാരന്റെ കണ്ണുനീരിനും നിലവിളിക്കും മുമ്പിൽ ആർദ്രവാനായ യേശു എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് നാം ഒരുപക്ഷെ ആശ്ചര്യപ്പെട്ടു പോയേക്കാം. സാധാരണയായി യഹൂദന്മാർ ജാതികളെ വിളിക്കുന്ന ഒരു പദമാണ് നായ്ക്കൾ എന്നുള്ളത്. ഈ കനാന്യ സ്ത്രീക്ക് നന്നായിട്ടറിയാം യഹൂദന്മാർ അവരെ കുറിച്ച് പറയുന്നത് എന്താണെന്നും അവരെ വിളിക്കുന്നത് എന്താണെന്നും ഈ കനാന്യ സ്ത്രീക്ക് നന്നായിട്ടറിയാം. ഇവിടെ യേശുവിന്റെ വാക്കുകളിൽ മക്കൾ ദൈവത്തിന്റെ സ്വന്തം ജനമായ യഹൂദന്മാരും നായ്ക്കൾ എന്ന് പറയുന്നത് ജാതികളുമാണ്. ഇവിടെ യേശു ഈ കനാന്യ സ്ത്രീയെ നായ എന്ന് വിളിച്ചുവെന്ന് നമ്മൾ അർത്ഥമാക്കേണ്ടതില്ല. ഒരു യഹൂദന്റെ ജാതികളോടുള്ള കാഴ്ചപ്പാടിനെയാണ് ഇവിടെ യേശുവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കർത്താവ് ഇവിടെ ചെയ്യുന്നത് ഒരു വിശ്വാസത്തിന്റെ പരിശോധനയാണ്. കർത്താവിനറിയാം തന്റെ മകളെ സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയുമെന്ന് ഈ കനാന്യ സ്ത്രീ ആഴമായി വിശ്വസിക്കുന്നുവെന്ന്. എന്നിരുന്നാലും അവളുടെ ആ വിശ്വാസത്തെ ഇവിടെ യേശു ഒന്ന് പരീക്ഷിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല. ഈ പാവം കനാന്യ സ്ത്രീയുടെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഈ ഒരു വലിയ പ്രശ്നത്തിന് വേറെ കാരണമൊന്നും വേണ്ടായിരുന്നു. മാത്രമല്ല, അങ്ങനെ ഒരു വിടുതൽ കിട്ടുവാൻ നമ്മൾ അവിടെ നിൽക്കുക പോലും ചെയ്യുകയില്ല. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ യേശു നായ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് അതൊരു ചാനൽ ചർച്ച തന്നെയായി മാറിയേനെ. എന്നാൽ അങ്ങനെ വിളിക്കുന്നത് പോലും കേൾക്കുവാൻ അവൾ ഇവിടെ തയ്യാറാവുകയാണ്. അവളുടെ ലക്ഷ്യം മകളുടെ സൗഖ്യമാണ്. അവളുടെ മറുപടി, ഉപകർത്താവേ, മകളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല എന്ന് എനിക്കറിയാം. എന്നാലും നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ജാതീയ സ്ത്രീയായ ഈ നായയ്ക്ക് യഹൂദന്റെ ആ ഹീലിംഗ് ബ്രെഡിന്റെ ഒരു നുറുക്ക് വേണം തന്റെ മകൾക്ക് സൗഖ്യം ലഭിക്കുവാൻ. എത്രമാത്രം ഹൃദയഭേദകമായ വാക്കുകളാണിവ! അവളുടെ വിനയവും ഉറച്ച വിശ്വാസവും ഇവിടെ വളരെ ശ്രദ്ധേയമാണ് പ്രിയമുള്ളവരെ. ഈ വാക്കുകൾ യേശുവിന്റെ ഹൃദയം പിടിച്ചു കുലുക്കുന്നതായിരുന്നു. യേശു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നീ വീട്ടിലേക്ക് മടങ്ങിപ്പോവുക, ആ അശുദ്ധാത്മാവ് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഈ സ്ത്രീ ഒരു പട്ടിയുടെ അവകാശമാണ് ചോദിച്ചു വാങ്ങിയത്. നായക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നാറുണ്ടല്ലോ, ആ ഒരു അപ്പനുറുക്കാണ് അവൾ ചോദിച്ചത്. ഒരു പട്ടിയുടെ അവകാശമായ നിലത്ത് വീണ ഒരു നുറുക്ക്, അത് മതി അവളുടെ മകളുടെ വിടുതലിന്. എ ടൈനി ക്രംബ് ഓഫ് ഗ്രേസ് ഓഫ് പവർ ആൻഡ് ലവ്. എ ടൈനി ക്രംബ്, ഒരു ചെറിയ നുറുക്ക്, അത് മതി അവളുടെ മകളുടെ വിടുതലിന്. പ്രിയമുള്ളവരെ, ഈ ജാതീയ സ്ത്രീയുടെ ആ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്.
പ്രകടമായ വിനയവും പ്രവൃത്തിയിലൂടെയുള്ള വിശ്വാസവും. എത്രയൊക്കെ കഠിന വാക്കുകൾ കേട്ടിട്ടും അവൾ വിനയത്തോടെ നിന്ന് വിനയത്തോടെ സംസാരിച്ചു. യേശു തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന വാക്കുകൾ കേട്ടിട്ട് പോലും പിന്തിരിഞ്ഞു പോകാതെ അവളുടെ വിശ്വാസം പ്രവൃത്തിയിലൂടെ പ്രകടമാക്കി യേശുവിന്റെ മുമ്പിൽ പോയി നിന്ന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അവൾ കർത്താവിനെ നമസ്കരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വലിയ വിശ്വാസം വലിയ മറുപടി കൊണ്ടുവരാൻ ഇടയായിത്തീരും. ഇവളുടെ വലിയ വിശ്വാസം അതവളുടെ മകളുടെ പൂർണ്ണ വിടുതലായി പരിണമിക്കുവാനിടയായി. അവൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ മകൾ സൗഖ്യമായി കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയിരിക്കുന്നതും കണ്ടു. കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിലുള്ള ആശ്രയത്തിൽ, നിരന്തരമായ പരിശ്രമത്തിലും പ്രാർത്ഥനയിലും യഥാർത്ഥമായ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുക എന്നത് ദൈവസന്നിധിയിൽ വളരെ പ്രശംസനീയമാണ്. നമ്മുടെ അളവറ്റ വിശ്വാസം അത് ദൈവനാമ മഹത്വത്തിനായിരിക്കണം. എന്റെ പ്രിയരെ, ദൈവം മുമ്പാകെ കവിണ്ണു വീണവരാരും വെറും കൈയോടെ മടങ്ങുകയോ ലജ്ജിച്ചു പോവുകയോ ചെയ്തിട്ടില്ല. വിശ്വാസത്തിന്റെ പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നെന്ന് വരാം. എന്നിരുന്നാലും മടുത്തു പോകാതെ മുട്ടുന്നവർക്ക് വേണ്ടി തുറക്കപ്പെടുന്ന വാതിലാണ് കർത്താവായ യേശു. കനാന്യ സ്ത്രീയുടെ വിനയം, അവളിലെ വിശ്വാസവും അവളുടെ തലമുറയുടെ മേൽ ഒരു അത്ഭുതം ചെയ്യുവാൻ ഇടയായി തീർന്നു. നമ്മളുടെ വിശ്വാസത്തിന്റെ അളവിലോ നമ്മുടെ പ്രാർത്ഥനയുടെ ശക്തിയിലും നമ്മെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവിൽ നിന്ന് അളവറ്റി അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും ഇടയാകണം. ഈ കനാന്യ സ്ത്രീയെ പോലെ തലമുറയ്ക്ക് വേണ്ടി നിലവിളിക്കുന്ന ഒരു കൂട്ടം മാതാപിതാക്കൾ എഴുന്നേൽക്കേണ്ട സമയമായി. സ്വന്തം മകളുടെ വിടുതലിന് വേണ്ടി ഏത് നിന്ദയും പരിഹാസവും സഹിക്കുവാൻ തയ്യാറായ ഈ കനാന്യ സ്ത്രീ നമുക്ക് മാതൃകയായിരിക്കട്ടെ. അവൾ നിലവിളിച്ചതും യാചിച്ചതും ഒരു മനുഷ്യന്റെ മുമ്പിലല്ല, സർവശക്തനായ കർത്താവിന്റെ മുമ്പിലാണ്. ഇന്ന് തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിന്ന സഹിക്കുന്നുവെങ്കിൽ, തലമുറകൾക്ക് വേണ്ടി പരിഹാസമേൽക്കുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ തലമുറയുടെ മേൽ ദൈവം അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. സ്വന്തം മാതാവിന്റെ ആ ഒരു സംരക്ഷണയിൽ പോലും, അല്ലെങ്കിൽ ഒരു സ്വന്തം മാതാവിന്റെ മുമ്പിൽ പോലും കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അനേക തലമുറകൾ ദൈവഭയമില്ലാതെ ദൈവത്തെ മറന്ന് ഈ ലോകത്തിന്റെ തൽക്കാല സുഖങ്ങളുടെ പിന്നാലെ പോയി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നതെന്ന് നാം മറന്നുപോകരുത്. ആകയാൽ പ്രിയരെ, ഈ മാതാവിനെ നമുക്ക് മാതൃകയാക്കാം. നിന്ന സഹിച്ചും പരിഹാസം സഹിച്ചും എത്രയൊക്കെ വേദനകൾ സഹിച്ചിട്ടാണെങ്കിലും തലമുറകൾക്ക് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കാം. ദാവീദ് പുത്രാ, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞാൽ ആ നിലവിളി കേട്ടിട്ട് മറുപടി തരാതെ പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. ഒരിക്കൽ യേശു കർത്താവ് യെരിഹോവിന്റെ തെരുവീതിയിലൂടെ തന്റെ ശിഷ്യന്മാരുമായി നടന്നു പോകുമ്പോൾ തിമായിയുടെ മകനായ ബർത്തിമായി എന്നൊരു കുരുടൻ അതുവഴി പോകുന്നത് യേശുവാണെന്ന് കേട്ടിട്ട്, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. അവിടെ ഉണ്ടായിരുന്ന പലരും അവനെ ശാസിച്ചു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ആ ശാസനയിൽ നിന്ദയും പരിഹാസവും അപമാനവും ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാലും ആ ശാസനയെ, നിന്ദയും പരിഹാസത്തെയും വകവയ്ക്കാതെ ഏറ്റവും അധികം നിലവിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ലക്ഷ്യം ഒരു വിടുതലാണോ? എങ്കിലതിൽ ശാസനയും നിന്ദയും പരിഹാസവും ഒന്നും നമുക്ക് മുമ്പിൽ ഒരു വിഷയമല്ല. നാം നിലവിളിക്കുന്നത് ഒരു മനുഷ്യന്റെ മുമ്പിലല്ല. മനുഷ്യൻ നമ്മെ ശാസിക്കാം, അവർ നമുക്ക് തടസ്സമായിരിക്കാം, അവർ നിന്നെ നിന്ദിക്കാം, നമ്മുടെ വായടപ്പിക്കാൻ ശ്രമിക്കാം. ഇവിടെ മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചു. ജനത്തിന്റെ ശാസനയെ വകവയ്ക്കാതെ അവൻ നീട്ടി വിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ആ നിലവിളിയുടെ മുമ്പിൽ യേശു നിൽക്കുവാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, യേശുവിനെ പിടിച്ചു നിർത്തുന്ന നിലവിളി നമ്മിൽ നിന്ന് ഉയർന്നാൽ വിടുവിക്കാൻ ദൈവം ശക്തനാണ്. ആമേൻ. ഇവിടെ ഈ നിലവിളിക്ക് മുമ്പിൽ യേശു നിൽക്കുവാനിടയായി തീർന്നു. നിൽക്കുക മാത്രമല്ല, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ ചെന്ന് ഈ കുരുടനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. നിന്റെ നിലവിളിയിൽ യേശു നിന്നാൽ അവൻ ആദ്യം നിനക്ക് ധൈര്യം പകരും. തകർന്നു കിടക്കുന്ന നിന്നെ അവൻ എഴുന്നേൽപ്പിക്കും. ഇവിടെ ധൈര്യം ലഭിച്ച അവൻ അന്ന് വരെ പുതച്ചിരുന്ന അധൈര്യത്തിന്റെ പുതപ്പ്
കഷ്ടതയുടെ പുതപ്പ് അവൻ അവിടെ ഇട്ടുകളഞ്ഞു. അവൻ ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു? പ്രിയമുള്ളവരെ, വിടേണ്ടതിനെ വിട്ട് ഓടി യേശുവിന്റെ അരികിലെത്തിയാൽ എന്റെ യേശു നിന്നോട് സംസാരിക്കാൻ ഇടയായി തീരും. കാലങ്ങളായി പുതച്ചിരുന്ന പാപത്തിന്റെ പുതപ്പ്, പിണക്കത്തിന്റെ പുതപ്പ്, വിദ്വേഷത്തിന്റെ പുതപ്പ്, വെറുപ്പിന്റെ പുതപ്പ്, കോപത്തിന്റെ പുതപ്പ്, അതൊന്ന് ഇട്ടുകളഞ്ഞിട്ട് എഴുന്നേറ്റ് യേശുവിന്റെ അരികിലേക്ക് ഓടിച്ചെന്നാൽ എന്റെ യേശു നിന്നോട് സംസാരിക്കും. നിനക്ക് വേണ്ടത് എന്താണെന്ന് അവൻ ചോദിക്കും. ഇവിടെ യേശു ബർത്തിമായിയോട് ചോദിക്കുകയാ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണം? അവൻ പറഞ്ഞു, റബ്ബിനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവന്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ വേണമെന്ന് അവൻ ആഗ്രഹിച്ചു. മാത്രമല്ല, അവന്റെ മുമ്പിൽ നിൽക്കുന്ന യേശുവിന് അതിന് കഴിയുമെന്ന് അവൻ അഗാധമായി വിശ്വസിച്ചു. അവന്റെ ആഗ്രഹവും അവനിലെ വിശ്വാസവും കണ്ട് യേശു അവനോട് പറഞ്ഞു, പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യേശുവിനെ അനുഗമിച്ചു. പ്രിയരെ, വിടുതലാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ, അനുഗ്രഹം പ്രാപിക്കണമെന്നാണ് നാം ആഗ്രഹിക്കുന്നതെങ്കിൽ, ആദ്യം നമ്മിൽ അതിനായൊരു ആഗ്രഹമുണ്ടാകണം. നമ്മുടെ സമർപ്പണത്തിൽ നിന്നാണ് നമുക്ക് ആഗ്രഹമുണ്ടാകുന്നത്. ആഗ്രഹത്തോടൊപ്പം പൂർണ്ണമായ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം. എങ്കിൽ തീർച്ചയായും നിന്റെ നിലവിളിക്ക് യേശു മറുപടി തരിക തന്നെ ചെയ്യും. യേശുവിന്റെ അരികിൽ ഒരു വിടുതലിന് വേണ്ടി വന്ന കനാന്യ സ്ത്രീ ഇത്രയേറെ നിന്ദയുടെയും പരിഹാസത്തിന്റെയും വാക്കുകൾ കേട്ടിട്ടും അവളിലെ ആഗ്രഹം, അവളിലെ വിശ്വാസത്തിന്റെ മുമ്പിൽ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന നിലവിളി കേട്ട് അവരുടെ മകൾക്ക് യേശു സൗഖ്യം നൽകുവാനിടയായി തീർന്നു. ഇവിടെ ബർത്തിമായിയുടെ വിശ്വാസത്തോടെയുള്ള നിലവിളിയുടെ മുമ്പിൽ യേശു നിൽക്കുവാനിടയായി തീർന്നു. അവന്റെ ആഗ്രഹത്തിന്റെയും വിശ്വാസത്തിന്റെയും മുമ്പിൽ, ദാവീദ് പുത്ര യേശുവേ എന്ന നിലവിളിയുടെ മുമ്പിൽ യേശു അവനെ സൗഖ്യമാക്കി. സൗഖ്യമായ ബർത്തിമായി പിന്നീട് ആ പഴയ പുതപ്പെടുക്കുവാനോ ആ പഴയ അവസ്ഥയിൽ കിടക്കുവാനോ പോകാതെ അവൻ യേശുവിനെ അനുഗമിച്ചത് വളരെ ശ്രദ്ധേയമാണ്. പ്രിയമുള്ളവരെ, ഏതെങ്കിലും വിഷയത്തിന് മുമ്പിൽ നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, സമർപ്പണത്തോടെ, ആഗ്രഹത്തോടെ, വിശ്വാസത്തോടെ യേശുവിന്റെ മുമ്പിൽ ഒന്ന് നിലവിളിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ യേശു വിടുവിക്കുക തന്നെ ചെയ്യും. യേശു നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതേ പ്രിയരെ, ഞാനത് ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുവാൻ താല്പര്യപ്പെടുന്നു. ഏതെങ്കിലും വിഷയത്തിന് മുമ്പിൽ നിങ്ങൾ ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ, ആഗ്രഹത്തോടെ, ഏറിയ വിശ്വാസത്തോടെ തിരുമുമ്പിൽ കവിണ്ണു വീഴാൻ തയ്യാറായാൽ, ഒന്ന് നിലവിളിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, നമ്മുടെ വിഷയത്തിന് മേൽ വിടുതൽ തന്ന അനുഗ്രഹത്തോടെ എഴുന്നേൽപ്പിക്കുവാൻ എന്റെ ദൈവം ശക്തനാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ മർക്കോസ് കുറച്ചുകൂടെ വിശദീകരിച്ച് എഴുതിയിരിക്കുകയാണ്. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകളുള്ള ഒരു സ്ത്രീ അവന്റെ വസ്തുത കേട്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കാൽക്കൽ കവിണ്ണു വീണവരെ ആരെയും യേശു വെറും കൈയോടെ അയച്ചിട്ടില്ല. യേശു ഒരിക്കൽ ഗദരദേശം വിട്ട് കവർന്നഹൂമിലേക്ക് മടങ്ങി വന്നപ്പോൾ ജനമെല്ലാം യേശുവിനെ വരവേൽക്കാൻ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ പള്ളിപ്രമാണിയായ യായിറോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് യേശുവിന്റെ കാൽക്കൽ വീണ് നിലവിളിച്ചു. അവൻ പറഞ്ഞു, കർത്താവേ, എന്റെ ഏകജാതയായ മകൾ മരിക്കാറായിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. ഇവനൊരു പള്ളിപ്രമാണിയാകയാൽ സിനഗോഗുകളിൽ പോയി പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്തിരുന്ന യേശുവിന് ഇവനെ അറിയാമെന്നതിന് യാതൊരു സംശയമില്ല. ഈ മനുഷ്യൻ യേശുവിന്റെ അരികിൽ വന്ന് കവിണ്ണു വീഴുമ്പോൾ അവന്റെ മകൾ അത്യാസന്ന നിലയിലാണ്. കനാന്യ സ്ത്രീ യേശുവിന്റെ മുമ്പിൽ വന്ന് കവിണ്ണു വീഴുമ്പോൾ അവളുടെ മകൾ ദുരാത്മാവിന്റെ ദണ്ഡനത്തിലാണ്. പ്രിയ ദൈവമക്കളെ, ഇവിടെ നിന്നുകൊണ്ട് ദൈവാത്മാവ് നമുക്ക് തരുന്ന ഒരു ദൂതുണ്ട്. പിശാച് നമ്മുടെ തലമുറകളെ തകർത്തു കഴിഞ്ഞതിന് ശേഷമല്ല നാം വന്ന് ദൈവസന്നിധിയിൽ കമന്നു വീണ് നിലവിളിക്കേണ്ടത്. തലമുറകൾക്ക് വേണ്ടിയുള്ള നമ്മുടെ നിലവിളി ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊള്ളണം. അസുഖം വന്നിട്ട് രോഗത്തെ ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പ്രിയരെ രോഗം വരാതെ നമ്മെ സൂക്ഷിക്കുന്നത്. ഇവിടെ യായിറോസ് യേശുവിന്റെ അരികിൽ വന്ന് കവിണ്ണു വീണു. യായിറോസ് വീണത് യേശുവിന്റെ മുമ്പിലാണ്. യേശുവിന്റെ മുമ്പിൽ വീണ യായിറോസിന്റെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കുകയാണ്. ഒന്നാമതായിട്ട് യേശു അവനോട് കൂടെ പോയി. പ്രിയമുള്ളവരെ, യേശുവിന്റെ ആ തിരുമുമ്പിൽ ഒന്ന് കവിണ്ണു വീണ് നിലവിളിച്ചപ്പോൾ യേശു അവനോട് കൂടെ പോകുവാനിടയായി. പ്രിയ ദൈവമിതിരെ വിശ്വാസത്തോടെ നിന്റെ ആവശ്യങ്ങളുമായി ദൈവസന്നിധി നിലവിളിയോടെ വീണ് അപേക്ഷിച്ചാൽ യേശു നിന്റെ അപേക്ഷ കേൾക്കുക മാത്രമല്ല നിന്നോടൊപ്പം നടക്കുവാൻ, നിന്റെ കൂടെ വരുവാൻ എന്റെ യേശു തയ്യാറാണ്.
യായിറോസിന്റെ സങ്കടയാചന കേട്ട് യേശു അവനോട് കൂടെ പോയി. യായിറോസിന്റെ കൂടെ നടന്ന യേശുവിനൊപ്പം ശിഷ്യന്മാരും മാത്രമല്ല പുരുഷാരും ഒക്കെ കൂടെ നടന്ന് തിക്കിക്കൊണ്ടിരുന്നു. യേശു ചെയ്യുന്ന അടുത്ത ഒരു അത്ഭുതം കാണുവാൻ വളരെ ആകാംക്ഷയോടെ യേശുവിനോട് അവർ ചേർന്ന് നടക്കുകയാണ്. വഴിയാത്രയിൽ ഒരു രക്തസ്രാവക്കാരി സ്ത്രീ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യമായി തന്നിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു എന്നറിഞ്ഞ് യേശു നിന്നു. ഇവിടെ അല്പം കാലതാമസം നേരിടുകയാണ്. ജനമെല്ലാം ഇങ്ങനെ കൂടി തിക്കിത്തിരക്കി. അതിനിടയിലാണ് ഈ രക്തസ്രാവക്കാരി സ്ത്രീ വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യമാകുന്നത്. യേശുവിന്റെ ശരീരത്തു നിന്ന് ശക്തി പുറപ്പെട്ടതെറിഞ്ഞ് യേശു തിരിഞ്ഞു നിന്നു. ഇവിടെ കാലതാമസം വന്നപ്പോൾ യായിറോസിന്റെ ഉള്ളു പിടയാൻ തുടങ്ങി. അവന്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. ഇവിടെ താമസിച്ചു പോയാൽ അവളുടെ മകൾ ഭവനത്തിൽ മരണത്തോട് മല്ലടിച്ചു കിടക്കുകയാണ്. താമസിച്ചു പോയാൽ തങ്ങളെത്തും മുമ്പേ തന്റെ ഏകമകൾ മരണത്തിന് കീഴ്പ്പെടുമോ എന്ന ചിന്ത അവനെ തളർത്തിക്കളഞ്ഞു. അതവന്റെ ഉള്ളിൽ ഭയമുണ്ടാക്കി. അവനിതൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യായിറോസിന്റെ ഭവനത്തിൽ നിന്നും മരണദൂതുമായി ആള് വന്നവൻ പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി. യേശുവിനെ, ഈ ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട. ഈ വാർത്ത കേട്ട് യായിറോസ് ഇടിവെട്ടേറ്റതുപോലെ ഭയന്നു വിറച്ചു നിന്നുപോയി. യായിറോസിന്റെ ഈ അവസ്ഥ കണ്ട യേശു പറഞ്ഞു, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ അവൾ രക്ഷപ്പെടും. പ്രിയമുള്ളവരെ, രണ്ടാമതായി യേശു അവന്റെ ഭയത്തെ മാറ്റി. ഇന്ന് അനേകരെ വേട്ടയാടുന്ന ഒരു കാര്യമാണ് മരണഭയം. ജീവന്റെ ദായകൻ, ജീവന്റെ ദൂതുമായി യായിറോസിന്റെ ഭവനത്തിലേക്ക് കടന്നു പോകുമ്പോൾ മരണത്തിന്റെ അധിപതിയായ പിശാച് മരണദൂതുമായി യായിറോസിന്റെ ഭവനത്തിൽ നിന്ന് യേശുവിനെതിരെ കടന്നു വരികയാണ്. ഈ മരണദൂതന്റെ മുമ്പിൽ ഭയപ്പെട്ടു നിന്ന യായിറോസിനോട് യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട. പ്രിയമുള്ളവരെ, ഈ ദൂത് ശ്രവിക്കുന്ന ആരെങ്കിലും മരണഭയത്തിലായിരിക്കുന്നുവെങ്കിൽ ഈ നിമിഷം യേശുവിന്റെ നാമത്തിൽ അവർ വിടുതൽ പ്രാപിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അവരെ ഭരിക്കുന്ന ആ മരണഭയം മാറിപ്പോകട്ടെ. യേശു യായിറോസിന്റെ ഭയം മാറ്റുക മാത്രമല്ല ഇവിടെ ചെയ്തത്, അവന് വിശ്വാസം നൽകി. യേശു പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആമേൻ. ഇവന്റെ ഭയത്തെ മാറ്റി അവന് വിശ്വാസം നൽകി. മൂന്നാമതായി യേശു അവന്റെ ഉള്ളിൽ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. അവന്റെ ഭവനത്തിൽ നിന്നും വന്ന ആ മനുഷ്യന്റെ വായിൽ നിന്ന് വന്ന മരണത്തിന്റെ വാർത്ത കേട്ട് ഭയന്ന് ആ യായിറോസിന്റെ ഭയത്തെ മാറ്റി അവന് വിശ്വാസം നൽകിയപ്പോൾ ആ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് അവൻ യേശുവിനോടൊപ്പം തന്റെ ഭവനം ലക്ഷ്യമാക്കി നടക്കുകയാണ്. യേശുവിന്റെ വാക്ക് വിശ്വസിച്ച അവന്റെ ഭവനത്തിലേക്ക് യേശു വന്നു. പ്രിയമുള്ളവരെ, നാലാമതായി വിശ്വസിച്ചവന്റെ ഭവനത്തിൽ യേശു വന്നു. പ്രിയരെ, യേശുവിന്റെ വാക്ക് വിശ്വസിച്ച് വചനമനുസരിച്ച് യേശുവിനോട് കൂടെ നടക്കുന്നവന്റെ ഭവനത്തിൽ യേശുവിന്റെ സാന്നിധ്യമുണ്ടാകും. ഇവിടെ യേശുവും ശിഷ്യന്മാരും യായിറോസിനൊപ്പം അവന്റെ ഭവനത്തിലെത്തിയപ്പോൾ ഒരു ഭാഗത്ത് മരണമണികളും മറ്റൊരു ഭാഗത്ത് കുഴലൂത്തും ആരവാരവങ്ങളും നടക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന മകളുടെ അരികിൽ വാവിട്ട് നിലവിളിക്കുന്ന ബന്ധുമിത്രാദികൾ. യേശു ആ ഭവനത്തിനകത്ത് കടന്ന് അവരോട് ചോദിച്ചു, ഈ ആരവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുന്നതത്രേ. യേശുവിന്റെ ഈ വാക്ക് കേട്ടിട്ട് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ച് അവിടെ കൂടി നിന്നവരെല്ലാം യേശുവിനെ പരിഹസിച്ചു. യേശു ചുറ്റും നോക്കിയിട്ട് കുട്ടിയുടെ അമ്മയപ്പന്മാരെയും യേശുവിന്റെ ശിഷ്യന്മാരെ ഒഴികെ ബാക്കി എല്ലാവരെയും വീടിന്റെ പുറത്താക്കി. പ്രിയമുള്ളവരെ, അഞ്ചാമതായി യേശു ആ ഭവനത്തിൽ നിന്ന് ദുഃഖത്തെയും വിലാപത്തെയും പരിഹാസത്തെയും പുറത്താക്കി. യേശുവിന്റെ വാക്കുകേട്ട് വിശ്വസിച്ച് യേശുവിനോട് കൂടെ നടക്കുന്നവന്റെ വീട്ടിൽ യേശു വന്നാൽ ആ ഭവനത്തിനകത്ത് പിശാചിന് അവകാശപ്പെട്ട സകലത്തിനെയും യേശു പുറത്താക്കും. പ്രിയമുള്ളവരെ, യേശു നമ്മുടെ ഭവനത്തിൽ വന്നാൽ വിലാപത്തെ മാറ്റിയതിനെ നൃത്തമാക്കും. രട്ടിനെ അടിച്ചവൻ സന്തോഷമുടിപ്പിക്കും. നിന്നെയും പരിഹാസത്തെയും യേശു നമ്മുടെ ഭവനത്തിൽ നിന്ന് പുറത്താക്കും. മാത്രമല്ല, നഷ്ടപ്പെട്ട സകലതിനെയും അവൻ നമുക്ക് മടക്കി തരുവാൻ ഇടയായിത്തീരും. അഞ്ചാമതായി, നഷ്ടപ്പെട്ടതിനെ യേശു അവർക്ക് മടക്കി കൊടുത്തു. യേശു കുട്ടിയുടെ അമ്മയപ്പന്മാരെയും കൂടെയുള്ള ശിഷ്യന്മാരെയും കൂട്ടി ബാല കിടക്കുന്ന മുറിയിൽ കടന്ന് അവളുടെ കൈക്ക് പിടിച്ചിട്ട്, ബാലെ എഴുന്നേൽക്കുക എന്ന് നിന്നോട് ഞാൻ കൽപ്പിക്കുന്നുവെന്ന് അർത്ഥം വരുന്ന തലീഥ കുമി എന്ന് പറഞ്ഞു.
ക്ഷണത്തിൽ ബാല എഴുന്നേറ്റു. മരിച്ചുവെന്ന് ലോകം പറഞ്ഞതിന്, നഷ്ടപ്പെട്ടുവെന്ന് ലോകം വിധി എഴുതിയതിന് യേശു അവർക്ക് മടക്കി കൊടുത്തു. പ്രിയരെ, നിലവിളിയോടെ യായിറോസ് യേശുവിന്റെ കാൽക്കൽ വീഴുമ്പോൾ അവൾ അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്. എന്നാൽ യേശുവിനെ വിശ്വസിച്ച് അനുസരിച്ച് കൂടെ നടന്നവന്റെ ഭവനത്തിലെത്തിയപ്പോൾ അവൾ മരണപാശങ്ങളെ അഴിഞ്ഞവളായി ഇവിടെ നടക്കുകയാണ്. അത്യാസന്ന നിലയിൽ കിടന്ന പെൺകുട്ടി, പള്ളിപ്രമാണിയുടെ ഏകജാതയായ മകൾ, 12 വയസ്സുള്ള ബാലക, യേശു അവളുടെ ഭവനത്തിലെത്തിയപ്പോൾ അവളുടെ പേര് മാറുകയാണ്. ഇപ്പോൾ അവൾ അറിയപ്പെടുന്നത് യേശു ഉയർപ്പിച്ച മകൾ. ആമേൻ. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെ ദാവീദ് പുത്ര യേശുവേ എന്നൊന്ന് വിളിക്കുവാൻ തയ്യാറുണ്ടോ? ഈ യായിറോസിനെ പോലെ, കനാന്യ സ്ത്രീയെ പോലെ യേശുവിന്റെ മുമ്പിൽ ഒന്ന് കവിണ്ണു വീണ് നിലവിളിക്കാൻ തയ്യാറുണ്ടോ? കൂടെ നടക്കുവാൻ, ഭവനത്തിൽ വരുവാൻ, നിന്റെ ഭയത്തെ മാറ്റിത്തരുവാൻ, നിന്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കുവാൻ, നിന്റെ ഭവനത്തിന്റെ അവസ്ഥയെ മാറ്റുവാൻ, നിന്റെ കണ്ണുനീര് മാറ്റുവാൻ, നിന്നെയും പരിഹാസവും മാറ്റുവാൻ മാത്രമല്ല, നിനക്ക് നഷ്ടപ്പെട്ടുവെന്ന് ലോകം പറയുന്നതിനെ നിനക്കായി മടക്കി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വാസത്തോടെ ആ യേശുവിനോട് ചേർന്ന് നടക്കാം. ഈ വചനം ഏറ്റെടുത്ത് ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.